ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഓപ്ഷൻസ് ഇതാണ്: ഇംപറേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഓക്കെ, നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഇത് എന്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: ഇംപറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഡിക്ലറേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് ആണ്. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എന്താണ് ഒരു സെൻറ്റൻസ്? ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. ഓക്കെ, ഒരു കൂട്ടം വാക്കുകൾ ഇവ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു അർത്ഥം ഉണ്ടാക്കുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഓക്കെ, ദാറ്റ് ഗീവ്സ് അല്ലെങ്കിൽ ദാറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ അവസാനിക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വ്യക്തികളുടെ പേര്, ഇപ്പോൾ രാഹുൽ എന്ന് എഴുതുമ്പോൾ 6 ക്യാപിറ്റൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പം അഞ്ജന, അപ്പോൾ അതിൽ A ക്യാപിറ്റൽ ആയിരിക്കണം. എപ്പോഴും ഒരു വ്യക്തികളുടെ പേരോ അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗിവ്സ് കംപ്ലീറ്റ് സെൻസ്. അതുപോലെ തന്നെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും, എൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ്, അതായത് ഒരു കുത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും, അല്ലെങ്കിൽ ഒരു വരെ ഒരു കുത്തും, എക്സ്ക്ലമേറ്ററി മാർക്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഈ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി 4 ടൈപ്പാണുള്ളത്. ആ 4 ടൈപ്പാണ് ഈ ബോർഡിൽ കിടക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇംപറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഡിക്ലറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ക്ലിയർ? ഇനി നമുക്ക് ഇതിൻ്റെ ആൻസറാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിക്ലറേറ്റീവ് എന്താണെന്ന് ആദ്യം പറയാം. അതായത് ഒരു പ്രസ്താവന, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഫാക്റ്റ്, ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു ഫാക്റ്റുകൾ, അതിനെയൊക്കെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. പ്രസ്താവന, ഇപ്പോൾ ഡിക്ലറേഷൻ അല്ലെങ്കിൽ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു, അതായത് പ്രസ്താവിച്ചു അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇപ്പോൾ ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്, അതായത് ചന്ദ്രൻ രാത്രിയിൽ തിളങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്, അല്ലേ? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെയോ അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററിയുടെയോ ഒന്നും ആവശ്യമില്ല. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി അടുത്തത് നമുക്ക് ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് പറയാം. ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ്, അതുപോലെ കമാൻഡ്സ്, അല്ലെങ്കിൽ റിക്വസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇത്തരം കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ആജ്ഞാപിക്കുക, അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുക, അതായത് അപേക്ഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസസിനെയാണ് നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസ്. പ്ലീസ് ക്ലോസ് ദ ഡോർ, അതായത് ആ വാതിലൊന്ന് ദയവായിട്ട് അടയ്ക്കൂ, ഇതൊരു റിക്വസ്റ്റ് ആണ്. സോ ഇറ്റ്സ് ആൻ ഇംപെരേറ്റീവ് സെൻറ്റൻസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേഷ്യപ്പെട്ട് നമ്മൾ പറയണത് ഗെറ്റ് ഔട്ട്, പുറത്ത് പോകൂ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഓർഡറാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇംപെരേറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ വരും. ഇതിനൊരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇംപെരേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും നമുക്ക്, ഇപ്പോൾ ഡിക്ലറേറ്റീവ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കാണുന്നത്, ചിലപ്പോൾ ഇംപെരേറ്റീവ് ആണ് തരുന്നതെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിന് പലപ്പോഴും ഈ ഇംപെരേറ്റീവ് സെൻറ്റൻസസിന് സബ്ജക്ട്സ് ഉണ്ടാവാറില്ല. ഓക്കെ, പ്ലീസ് ഗെറ്റ് ഔട്ട് അല്ലെങ്കിൽ പ്ലീസ് ഓപ്പൺ ദി ഡോർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സബ്ജക്റ്റ് ഇല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് വ്യക്തമായിട്ട് കാണാം. ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്, ഇവിടെ ദ മൂൺ എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇംപെരേറ്റീവ് സെൻറ്റൻസസിനെന്ന് പറഞ്ഞാൽ സബ്ജക്ട്സ് ഉണ്ടാവാറില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി അടുത്തതാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. ഇൻട്രോഗേഷൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതായത് ഒരു പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിലും കേട്ടിട്ടുണ്ട്, ഇൻട്രോഗേഷനാണ്, പോലീസിൻ്റെ ഇൻട്രോഗേഷൻ കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യലെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? ചോദ്യങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഈ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസിൻ്റെ പ്രത്യേകതയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ചോദ്യം അവസാനിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഡിക്ലറേറ്റീവ് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് വരുന്നത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ വരുന്നത് ഒരു എക്സ്ക്ലമേഷനായിരിക്കും. ഓക്കെ, അതായത് ഒരു വരയും ഒരു കുത്തും. എന്താണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അവസാനം ഈ പറയുന്ന ഒരു സൈൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സഡൻ ഫീല് അല്ലെങ്കിൽ ഒരു സഡൻ എക്സൈറ്റ്മെൻറ്റ്, നമുക്ക് പെട്ടെന്നൊരു അത്ഭുതമോ ആശ്ചര്യമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് നമ്മൾ പറയണം. ഒരു പൂവ് കണ്ടിട്ടോ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഇത് കാണാൻ എന്ത് ഭംഗിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സഡൻ ഫീലിംഗ് ആണ് പുറത്തേക്ക് വരുന്നത്. ഇതിന് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ സെൻറ്റൻസിൻ്റെയൊക്കെ അവസാനം നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇംപെരേറ്റീവ് എന്ന് പറഞ്ഞു, ഇൻട്രോഗേറ്റീവ് എന്താണെന്ന് പറഞ്ഞു, ഡിക്ലറേറ്റീവ് എന്താണെന്ന് പറഞ്ഞു, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്താണെന്നും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം, എന്നിട്ട് ഒരു കോമയുണ്ട്, ഡാഷ് ഉണ്ട്. ഇത് കാണുമ്പോഴേ അറിയാം ക്വസ്റ്റ്യൻ ടാഗാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ് നമുക്കറിയാവുന്ന കാര്യമാണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകുക, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആകുക. ഇവിടെ ഈ സെൻറ്റൻസ് എന്താണ്? ഇവിടെ ഈ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെന്ന് തോന്നും, കാരണം നോയും നോട്ടും ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ കാണാം നത്തിങ്. ഓക്കെ, നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ എന്നുള്ള അർത്ഥമാണ്. അതെന്ന് വെച്ചാൽ എന്താണ്? അതൊരു നെഗറ്റീവ് മീനിങ്ങിലാണ് ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. സോ ദ സെൻറ്റൻസ് ഇസ് നെഗറ്റീവ്. ഈ സെൻറ്റൻസ് നെഗറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഇനി അടുത്തത് ഇതിൻ്റെ വെർബ് എന്താണെന്ന് നോക്കുക. വെർബ് എന്ന് പറഞ്ഞാൽ വാസാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സെൻറ്റൻസ് നെഗറ്റീവാണ്, സോ പോസിറ്റീവ് ആയിരിക്കണം നമ്മുടെ ടാഗ്. സോ വാസ് ഇറ്റ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി അടുത്ത ചോദ്യം, ദീസ് ആർ ഡാഷ് ബെസ്റ്റ് കളക്ഷൻ ഓഫ് ബുക്സ് ഐ ഹാവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഡാഷ് ഫില്ല് ചെയ്യണം. ഓപ്ഷൻസ് ഇതാണ്: എ ആൻഡ് ദ ഫ്യൂ. ഓക്കെ, ഇത് സിമ്പിളാണ്. ആൻസർ എന്താ വരുന്നത്? ദ ആണ് വരുന്നത്. കാരണം ബെസ്റ്റ് എന്നുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, അതായത് പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്, ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ബെസ്റ്റ് എന്നുള്ളത് സൂപ്പർലേറ്റീവ് ആണ്. സോ ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന് മുൻപായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ദ എന്ന് പറയുന്നത്. എയും ആനും ഒന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല, ദ എന്നുള്ളതാണ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല എന്നുള്ള സെൻസിലാണ് വരുന്നത്. അതിവിടെ വരേണ്ട ആവശ്യമേ ഇല്ല. അതായത് ഈ പറയുന്ന ഇതാണ്, ദീസ് ആർ ദ ബെസ്റ്റ് കളക്ഷൻ ഓഫ് ബുക്സ് ഐ ഹാവ്. കുറച്ച് ബുക്സ് കാണിച്ചിട്ട് പറയണേ ഇതാണ് എൻ്റെ കയ്യിലുള്ള ബെസ്റ്റ് കളക്ഷൻ ഓഫ് ബുക്സ്, എൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല കളക്ഷൻസ്, ബുക്സിൻ്റെ ഏറ്റവും നല്ല കളക്ഷൻസാണ് ഈ കാണുന്നത് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യം അവിടെ എടുത്തു പറയുമല്ലേ, ഇതാണ് അത് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തെ നമ്മൾ അവിടെ നോട്ടിഫൈ ചെയ്യുവാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എടുത്തു പറയുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദ ആയിരിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് കാണുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി കണ്ടാൽ അവിടെ അതിന് മുമ്പായിട്ട് ഉപയോഗിക്കുന്നത് ദ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? 3 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ നമ്മളിപ്പം ഈ 3 ക്വസ്റ്റ്യൻസിൽ കൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സെൻറ്റൻസസിനെ കുറിച്ച് പഠിച്ചു. ഇനി ഇത് ഓരോന്നിൻ്റെയും സ്ട്രക്ചർ ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു അവസരത്തിൽ പറയാം. എന്തായാലും സെൻറ്റൻസസ് എന്താണെന്ന് പറഞ്ഞു, അത് എത്ര തരത്തിലുണ്ട്, അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ ആ സ്ട്രക്ചറും കാര്യങ്ങളും ഒന്നും പഠിക്കാണ്ട് തന്നെ നമുക്ക് സെൻറ്റൻസ് കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ടാഗിൽ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അതുപോലെ തന്നെ ആർട്ടിക്കിൾ വരുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു.